പ്രിയപ്പെട്ടവരെ, ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ പുതിയ 10 പെരുമാറ്റച്ചട്ടമാണ് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഉപാധികൾക്ക് അധിഷ്ഠിതമായിരിക്കും ഇനി ഹോർമുസ് കടലിടുക്ക് പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സയനിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കപ്പലും, അവരുടെ ചരക്ക് കപ്പലാവട്ടെ, അവരുടെ ഏതൊരു സംവിധാനവും ഏതൊരു കപ്പലും ഈ ഭാഗത്തുകൂടെ എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് വഴി ഇനി കടന്നു പോകുന്ന പ്രശ്നമേ ഇല്ല. അത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ യുംന ഉബൂർ സുഫ്നി ദുവൽ അൽ മുആദിയ വഖഫൻ ലിമാ യുഹദ്ദിദുൽ മജ്ലിസുൽ അഅല ലിൽ അംനിൽ ഖൗമി. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ തീരുമാനിക്കുന്നതനുസരിച്ച് രാഷ്ട്രത്തിന് വിരുദ്ധമായ, അതായത് ഇറാനോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന ഏത് കപ്പലുകളും തടയപ്പെടുമെന്നാണ്. മൂന്നാമത്തത് യുംന ഉബൂർ സഫീനത്തിൻ ഔ സഹന താബിഅ ലിദുവലിൻ തഖൂമു ബിഅഅമാലിൻ ഇദാഇയ ളിദ്ദ ജബഹത്തിൽ മുഖാവമ. ഇറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുണ്ട്. യമനിലാവട്ടെ, അതുപോലെ തന്നെ ലബനാനിലാവട്ടെ, ഇവിടെയൊക്കെയുള്ള ഇറാനുമായി ബന്ധപ്പെട്ട റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകളോട് ശത്രുതാപരമായ സമീപനവും പ്രവർത്തനവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് രാഷ്ട്രങ്ങളുണ്ടോ അവരുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലുകൾ, അതുപോലെ മറ്റുള്ള കപ്പലുകൾ ഇതും തടയപ്പെടുമെന്നാണ്. നാലാമത് പറയുന്ന യുസ്മഹു ലിബഖിയത്തി സുഫ്നി ബിൽ ഉബൂരി ബഅദൽ ഹുസൂലി അലാ തർഖീസ് വദഫ്ഇ റുസൂം അൽ ഇർഷാദ് വൽ മുറാഖബ വതഅമീനിൽ അംൻ. എന്നാൽ ഇതല്ലാത്ത എല്ലാ കപ്പലുകൾക്കും ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാനുള്ള അനുമതി ഉണ്ടായിരിക്കും. പക്ഷെ ഇറാന്റെ കയ്യിൽ നിന്നും റുഖ്സ, അതിനുള്ള ലൈസൻസ് വാങ്ങിയിരിക്കണം. മാത്രമല്ല അതിന് പേ ചെയ്തിരിക്കണം, ടോൾ അടച്ചിരിക്കണം. ഈ ടോള് അടക്കുന്നത് അവിടെയുള്ള പൂർണ്ണ സുരക്ഷ ഞങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുക. അതിന് ബദലായി ഞങ്ങൾക്ക് അവിടെ റുസൂം, ഞങ്ങൾക്ക് അവിടെ ടോൾ, അവിടെ പിരിവ് ആവശ്യമായി വരും. അത് എത്രയാണോ നിശ്ചയിക്കുന്നത് അത് നൽകേണ്ടി വരും. അഞ്ചാമത്തെ കാര്യം ദഫ്ഉർ റുസൂം യകൂനു ബിൽ ഉംല അൽ വതനിയ അൽ ഇറാനിയ അർ റിയാൽ. ഇറാന്റെ നാണയമായ റിയാൽ ആയിരിക്കും ഇവിടെ പണമായി നൽകേണ്ടി വരിക. ആറാമത്തെ കാര്യം അയ്യുലത്തിൻ ഷാറകത് ബി അയ്യി ഖദ്രിൻ ഫിൽ ഹറബിൽ മഫ്റൂദ ഹർബ സനവാതി الثماني يسمح لها بالعبور بعد دفع تعويضات الأضرار التي تسببت بها. അതുപോലെ ഈ അടുത്ത കാലങ്ങളിലായി ഇറാനോട് ഏതെങ്കിലും രീതിയിൽ ശത്രുതാപരമായ സമീപനം സ്വീകരിച്ച് യുദ്ധത്തിൽ പങ്കാളികളായ ഏതൊരു രാഷ്ട്രവും അത് മുഖേന ഇറാനുണ്ടായ നഷ്ടങ്ങൾ എന്താണോ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ. ഏഴാമത് പറയുന്ന അയ്യു ദൗലത്തിൻ ഔ ശഖ്സിൻ തബീഇ ഔ ഇഅ്തിബാരി يفرض عقوبات أحادية الجانب على إيران أو يقوم بأي عمل عدائي يخضع لمنع العبور من مضيق هرمز. അതുപോലെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശത്രുതാപരമായ നീക്കങ്ങൾ നടത്തിയ വ്യക്തികളാവട്ടെ രാഷ്ട്രങ്ങളാവട്ടെ അവരുടെ കപ്പലുകൾക്ക് ഇതേപോലെ തടസ്സമുണ്ടായിരിക്കും ഇനി മുതൽ ഹോർമുസ് കടലിടുക്കിൽ. അതുപോലെ എട്ടാമത് പറയുന്നത് യുംന ഉബൂറു അസാത്തീരി ദുവൽ അല്ലത്തി തസ്തഖ്ദിമു അസ്മാഅ മുസയ്യഫ ഗൈർ ഇസ്മിൽ ഖലീജിൽ ഫാരിസി ഫി വസായിഖിഹാ വതസ്രീഹാതിഹാ മിൻ മളീഖി ഹോർമുസ്. അതുപോലെ പേർഷ്യൻ കടൽ എന്ന പേരിന് പകരം മറ്റെന്തെങ്കിലും പേര് ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ഏതൊരു കപ്പൽ സംവിധാനങ്ങളുണ്ടോ അതിനെല്ലാം ഇവിടെ വിലക്കുണ്ടായിരിക്കും. അതുപോലെ ഒൻപതാമത്തത് അൽ മവാരിദുൽ മാലിയ നാതിജാൻ തഹ്സീലുർ റുസൂം സതുസ്റഫു ഫി സലാസത്തി മജാലാത്ത്. ഇവിടെ നിന്നും പിരിച്ചെടുക്കുന്ന സമ്പത്ത് ഉപയോഗിക്കുന്നത് തഅസീസിൽ ഖുദ്റ ദിഫാഇയ ലിൽ ബിലാദ്, രാഷ്ട്രത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, വതഹ്സീനിൽ മഈഷ അൽ ഖുവാത്തിൽ മുസല്ലഹ. അതുപോലെ ഇറാന്റെ സൈനികരുടെ ഉന്നതമായ ജീവിതത്തിന് വേണ്ടി, അവരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി, വഇആദത്തി ഇമാർ വതത്വീരിൽ ബുന തഹ്തിയ, രാഷ്ട്രത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതിപ്പെടുത്താൻ, അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക. പത്താമത്തെ കാര്യം അദ്മുൽ ഇംതിസാലി ലിമബാദി ഹാദിഹിൽ ഖവാനീൻ സയുഅദ്ദി ഇലാ ഇഹ്തിജാസി സഫീനത്തിൽ മുഖാലിഫ വഗറാമ മാലിയ വമുസാദറ 30% മിൻ ഖീമത്തി ഹമൂലത്തിഹ. ഏതെങ്കിലും രാഷ്ട്രം ഇത് അംഗീകരിക്കാതെ കടന്നു പോകാൻ ശ്രമിച്ചാൽ അവരെ കപ്പൽ പിടിക്കപ്പെടുകയും അവർക്ക് ഫൈൻ ഇടുകയും മാത്രമല്ല
ആ കപ്പലിലുള്ള ചരക്കിന്റെ 20% കണ്ടുകെട്ടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള 10 കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളായിരിക്കും ഇനി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും വിധേയമാകുന്ന കാര്യങ്ങൾ. ഇത് അംഗീകരിക്കാത്ത ഒരു കപ്പലുകൾക്കും ഇനി ഹോർമുസ് കടലിടുക്കിലൂടെ പാസ് ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്.